സ്റ്റാർലിങ്കിൻ്റെ ഇന്ത്യ എൻട്രിയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ജിയോയും എയർടെല്ലും ആയിട്ടൊക്കെ ചേർന്നിട്ട് അവർ ഇന്ത്യയിലേക്ക് വരുന്നു. ഇനി വരുന്ന സമയത്ത് എന്തായിരിക്കും ഇതിൻ്റെ പ്രൈസ്, എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യേക ഗുണങ്ങൾ, ആർക്കായിരിക്കും ഇതിനെ കൊണ്ട് ഉപയോഗപ്പെടുക, ജിയോയും എയർടെല്ലൊക്കെ പൂട്ടിപ്പോകുമോ, അതല്ല അവർ അഡ്രസ്സ് ചെയ്യാത്തൊരു സെഗ്മെൻറ്റിനെയല്ല ഇത് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നില്ലേ, അഥവാ നമ്മുടെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയേണ്ടത് ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. അതൊക്കെ ഒരു വിദേശ കമ്പനിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഇനി ഇതുപോലെ നമ്മുടെ ഫോണൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ആപ്പുകളൊക്കെ അമേരിക്കനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കിയാൽ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന യൂട്യൂബ് ആണെങ്കിലും മറ്റുള്ള ടൂൾസ് ആണെങ്കിലൊക്കെ ഇതെല്ലാം അമേരിക്കനാണ്. അപ്പോൾ ഒരു ടൂ മച്ച് നമുക്ക് ഒരു അമേരിക്കനൈസേഷൻ നമ്മുടെ കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇനി ഇതുകൂടി അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോവറിനിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം ഇല്ലേ, അത്തരം കാര്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കും, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്കിത് ഉയർത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോവുക. കൂട്ടത്തിൽ സ്റ്റാർലിങ്ക് നമുക്ക് ഉയർത്തുന്ന ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, കൂട്ടത്തിൽ ഇനി ഇതിനെ ചെറുക്കാൻ, ഇതിൻ്റെ പ്രശ്നങ്ങൾ ചെറുക്കാൻ ഗവൺമെൻറ് സ്വീകരിക്കാൻ സാധ്യതയുള്ള നടപടികൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയുടെ പ്രധാന അജണ്ടയായിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഇഡാപ്റ്റ് നൽകുന്ന ഒരു ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പറയാം. ഇഡാപ്റ്റിന് കേരളത്തിൽ 3 ഓഫീസുകളാണുള്ളത്. ഒന്ന് കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലുണ്ട്, പിന്നെ മലപ്പുറം ഇങ്കൽ സിറ്റിയിലുണ്ട്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയുണ്ട് KSRTCയുടെ ഓപ്പോസിറ്റിൽ. അപ്പോൾ ഈ ഇഡാപ്റ്റിൻ്റെ സെൻറ്ററുകളിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാം നൽകുന്നുണ്ട്. BBA, BCom, BSc IT, BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻഡസ്ട്രി ഇൻ്റർഫേസ് കിട്ടാൻ, ജോബ് റെഡി ആവാൻ, ഇൻ കേസ് ഇനിയിപ്പോൾ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഹയർ ചെയ്യാനോ നമ്മുടെ ഹയറിംഗ് പാർട്ട്നേഴ്സിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പക്ക ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫർദർ ഡീറ്റെയിൽസ് ഉണ്ട്, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റാർലിങ്കിൻ്റെ ഇന്ത്യ എൻട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വിവാദങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഒന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നുള്ള കാറ്റഗറിയിലാണ് സ്റ്റാർലിങ്ക് വരുന്നത് അല്ലേ, ISP എന്ന് പറയും. അപ്പോൾ ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഒരു പൂർണ്ണമായിട്ടും ഇന്ത്യക്കൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു വിദേശ കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇവിടെ ഇലോൺ മസ്ക് എന്നുള്ള ഒരു ചങ്ങാതിയുടെ ഫാക്ടർ ഒരുപാടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഉക്രൈനുമായിട്ടുള്ള വിഷയത്തിലൊക്കെ, ഉക്രൈൻ റഷ്യ യുദ്ധത്തിലൊക്കെ ഈ സ്റ്റാർലിങ്ക് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബോംബും മറ്റുമൊക്കെ ഇട്ടിട്ട് ലാൻഡ് വഴിയുള്ള ടെറിട്ടോറിയലായിട്ടുള്ള ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും മറ്റുമൊക്കെ കട്ടായി പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഈ മിലിറ്ററി കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഉക്രൈൻ്റെ കംപ്ലീറ്റ് അറ്റാക്കിനെയും ഒക്കെ ലീഡ് ചെയ്തിരുന്നത് ഈ സ്റ്റാർലിങ്കിൻ്റെ ഇൻ്റർനെറ്റ് ത്രൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വാർത്ത വരെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് സ്റ്റാർലിങ്കിൻ്റെ ഈ ടെർമിനലുകൾ ഇലോൺ മസ്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ടാണ് ഉക്രൈൻ ശരിക്കും യുദ്ധത്തിൽ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ. ഈ സ്റ്റാർലിങ്കിൻ്റെ ടെർമിനലുകൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കലിങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് റഷ്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്നാൽ മാത്രമേ ഈ ഉക്രൈൻ നടത്തുന്ന ഡ്രോൺ അറ്റാക്കുകളെ ചെറുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി അവിടെ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലോൺ മസ്ക് ഒന്ന് ഭീഷണിപ്പെടുത്തി, അതായത് കിൽ സ്വിച്ച് ഉണ്ട്, ഞാൻ ടെർമിനൽ ഓഫാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കും എന്ന് പറഞ്ഞിട്ട് ഉക്രൈനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇതിനെ നമ്മൾ ഈ ഒരു വിഷയത്തെ നമ്മളൊന്ന് പ്രത്യേകം നിരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇലോൺ മസ്കിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗം പറയാനോ വേണ്ടിയിട്ടല്ല, എന്താണ് വാസ്തവത്തിൽ അവിടെ നടന്നിട്ടുള്ളതെന്നിലേക്ക് നോക്കാം. ഇലോൺ മസ്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിനെയും കൂടിയാണ്. അതായത് അമേരിക്കയുടെ ഇൻട്രസ്റ്റുകൾ ഇലോൺ മസ്ക് എന്നുള്ള ഒരു ബില്യണിയർ വഴി നടപ്പിലാക്കപ്പെടുന്നു. അല്ലെങ്കിൽ മസ്ക് സ്റ്റേഷൻഡ് ആയിട്ടുള്ളത് US ഡെഫിനറ്റ്ലി US ഗവൺമെൻറ്റിന് മസ്കിൻ്റെ മേലെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈനെ ഒരു സീസ് ഫയറിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, 30 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് റഷ്യ ടെൻറ്റേറ്റീവ്ലി അഗ്രീഡ് ആണ്, ഉക്രൈനും അഗ്രീഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ എഗ്രിമെൻറ്റിലേക്ക് ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശരിക്കും അമേരിക്ക ഇല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റാർലിങ്ക് ഓഫാക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ. അതൊരു ഭാഗം പറയുന്നുണ്ട്. രണ്ടാമത്തേത്, ട്രംപ് കുറച്ച് ദിവസമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, $300 ബില്യൺ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറും മറ്റുമായിട്ട് ഞങ്ങളെ സഹായിച്ചു കഴിഞ്ഞു. പക്ഷേ ഒട്ടും ഗ്രേറ്റ്ഫുൾ അല്ല ഉക്രൈൻ. അപ്പോൾ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഉക്രൈൻ്റെ റെയർ എർത്ത് മിനറൽസ് അമേരിക്കക്ക് നൽകാനുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. ഇത് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ട്രംപും സെലൻസ്കിയും കൂടെ തമ്മിൽ കണ്ടത് അത്ര സുഖമായിട്ടൊന്നുമല്ല പോയത് എന്നുള്ളതൊക്കെ അറിയാം. അതിനുശേഷമാണ് ഈ സീസ് ഫയർ എഗ്രിമെൻറ്റിൻ്റെ ഡിസ്കഷനൊക്കെ വരുന്നത്. അപ്പോൾ ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് റെയർ എർത്ത് മിനറൽസിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പോലും ഇല്ലെങ്കിൽ സ്റ്റാർലിങ്ക് ഞങ്ങൾ ഓഫാക്കും എന്നുള്ള രീതിയിൽ ഒരു ഭീഷണി പറയുന്നുണ്ട്. അപ്പോൾ അതായത് അമേരിക്കയുടെ ദേശ താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ട് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു ടൂളായിട്ട് ഒരു ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ അത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അത് ഇന്ത്യയുടെ പരമാധികാരത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ,
ഞാനിപ്പോൾ ഇതിൻ്റെ നിയറസ്റ്റ് കോമ്പറ്റീറ്റേഴ്സിനെ നോക്കി, അതുപോലെ തന്നെ ISROയുടെ മേഖലയിലുള്ള പോസിബിലിറ്റിയെക്കുറിച്ച് നോക്കി. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ എമർജിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. OneWeb ആണ് ഇപ്പോൾ ഇതൊരു നിയർ ബൈ ആയിട്ടുള്ള അടുത്തൊരു കോമ്പറ്റീറ്ററായിട്ട് നമുക്ക് ഇന്ത്യയുടെ കേസിലൊക്കെ വരുന്നത്. OneWebന് ഓൾറെഡി ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്, 2024 തന്നെ ലഭിച്ചിട്ടുണ്ട്. സ്റ്റാർലിങ്കിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ, അതായത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഇനി പെൻഡിങ് ആണ്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ജിയോയും എയർടെലും എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ രസം എന്താ വെച്ചാൽ അവരെങ്ങനെ കഴിഞ്ഞ വർഷം ഇത്ര അടി കൂടിയ കമ്പനികൾ എങ്ങനെ എത്രയും പെട്ടെന്ന് കയറിയിട്ട് വെറും 12 മണിക്കൂറിൻ്റെ ഡിഫറൻസിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നുള്ളത് അകത്തെന്തോ ഡീൽ നടന്നിട്ടുണ്ടാവണം. ഐ മീൻ ഇത് മുന്നോട്ട് വരാൻ സ്റ്റാർലിങ്ങിൻ്റെ അപ്രൂവൽ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇവരിത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞു ജിയോ എയർടെലും പൂട്ടാനൊന്നുമല്ല പോകുന്നത്, നിലവിൽ അഡ്രസ്സ് ചെയ്യാത്ത ഒരു മാർക്കറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ജിയോൻ്റെ എയർടെലിൻ്റെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള അവരുടെ സ്റ്റോറുകളിലൂടെ അവർ സ്റ്റാർലിങ്ങിൻ്റെ ടെർമിനലുകളും മറ്റുള്ള പ്രോഡക്റ്റുകളൊക്കെ വിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ OneWebൻ്റെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. OneWeb 1200 കിലോമീറ്റർ ഹൈറ്റിലാണ്, സ്റ്റാർലിങ്ങിൻ്റേത് 550 കിലോമീറ്റർ ഹൈറ്റിലാണ്. ഈ ലോ ലേറ്റൻസിയാണ് സ്റ്റാർലിങ്ങിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും മറ്റൊക്കെ നടക്കും. അതേ സമയത്ത് ഈ OneWebൻ്റേതിന് ലേറ്റൻസി കൂടുതലാണെന്ന് പറയുന്നുണ്ട്. കറൻ്റ്ലി ISROക്ക് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളത് കൊണ്ടും ഈ മേഖലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പിറകിലാണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാറ്റലൈറ്റ് ഇൻ്റർനെറ്റൊക്കെ നമുക്ക് വേണോ, അല്ലെങ്കിൽ ഇത് സിവിലിയൻ യൂസിന് വേണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് ആർഗ്യുമെൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നാഷണൽ സെക്യൂരിറ്റിയുടെ നാഷണൽ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു മിലിറ്ററി ഗ്രേഡ് സാധനമായിട്ട് മാത്രം നിലനിർത്തിയാൽ പോരെ എന്നുള്ള ഒരു ചോദ്യം. പക്ഷേ അങ്ങനെയല്ല, സ്റ്റാർലിങ്ക് ഓഫർ ചെയ്യുന്നത് ആക്ച്വലി സിവിലിയൻ യൂസ് കേസുകളിലുള്ള ടെക്നോളജിയാണ്. പക്ഷേ അതിന് ഒരു ഡ്യുവൽ നേച്ചർ ഉണ്ട്. സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, വേണ്ടി വന്നാൽ മിലിറ്ററി ഗവൺമെൻറ് നീഡുകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുക. പക്ഷേ കറൻ്റ്ലി സ്റ്റാർലിങ്ക് ആസ് സച്ച് സിവിലിയൻ യൂസ് കേസിനുള്ളതാണ്. സ്റ്റാർലിങ്കിന് തന്നെ ഒരു മിലിറ്ററി ഗ്രേഡ് ആയിട്ടുള്ള സ്റ്റാർ ഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് മിലിറ്ററി ഗ്രേഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസുകളാണ് അവരതുവഴി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടും എന്നുള്ളതാണ് ചർച്ചയാവേണ്ടുന്ന മറ്റൊരു കാര്യം. ഇപ്പോൾ പറയുന്നത് റിമോട്ടായിട്ടുള്ള ലൊക്കേഷൻസിലുള്ള നിലവിൽ സെർവ് ചെയ്യപ്പെടാത്ത ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളോ മറ്റൊക്കെ സ്ഥാപിക്കുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഹൈ ക്വാളിറ്റി ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള ഒരു ആവശ്യത്തിലേക്കായിരിക്കും സ്റ്റാർലിങ്ക് പ്രവേശിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് റീച്ചിനെ കുറിച്ചൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ മിലിറ്ററി ഔട്ട് പോസ്റ്റുകളൊക്കെ ഇല്ലേ, വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന, അതിലേക്കൊക്കെ ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് സ്റ്റാർലിങ്ക് ഉപയോഗിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻസോ അല്ലെങ്കിൽ നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാരന്മാരെ പോലെ സ്റ്റാർലിങ്കിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഫോർമേഷൻസ് എടുത്തിട്ട് US മിലിറ്ററിക്കോ അല്ലെങ്കിൽ US ഇൻ്റലിജൻസിനൊക്കെ കൊടുക്കാൻ പറ്റും. നോർമൽ സിനാരിയോയിൽ ചിലപ്പോൾ ഇതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അബ്നോർമൽ ആയിട്ടുള്ള സിനാരിയോകളില്ലേ, ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇപ്പോൾ ഇന്ത്യ കാലങ്ങളായിട്ട് ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മുൻപിൽ കൂടുതൽ ഡിപ്പെൻഡഡ് ആവുന്ന രീതി ഇന്ത്യക്ക് നിലവിലില്ല. പ്രിസം സ്കാൻഡിലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിനെ മറ്റൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് US ഇൻ്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ആപ്പിൾ എന്നുള്ള ഡാറ്റ വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുൻപൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അത്തരത്തിൽ US ഇൻ്റലിജൻസിന് നമ്മളെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ സ്റ്റാർലിങ്ക് വഴി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഫണ്ടമെൻ്റൽ ഡിഫറൻസ്, അത് ചിലപ്പോൾ ഈ മേഖലയെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് നേരത്തെ അറിയുന്നുണ്ടാകും. ആപ്പുകളാണ് ഇപ്പോൾ ഗൂഗിളോ അല്ലെങ്കിൽ മറ്റൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു യൂസർ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. കാരണം അവരുടെ പ്രൈമറി ബിസിനസ് മോഡൽ അഡ്വർടൈസിംഗ് ആണ്. അപ്പോൾ ഈ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് അവർ ഒരു യൂസറിൻ്റെ ഏറ്റവും മാക്സിമം സാധ്യതകളെ മനസ്സിലാക്കിയാൽ മാത്രമാണ് അയാളുടെ മേലെ കൂടുതൽ ആഡ് കാണിച്ചിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം അവരുടെ റവന്യൂ മോഡൽ അഡ്വർടൈസിംഗ് ആണ്. അപ്പോൾ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് അവർ യൂസർ പ്രൊഫൈലിംഗ് നടത്തുന്നുണ്ട്. അതേസമയം ഇവിടെ ഒരു ഇൻഡിവിജ്വലിനെ യൂസർ പ്രൊഫൈൽ ചെയ്യുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർലിങ്കിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഇല്ല. കാരണം സ്റ്റാർലിങ്കിൻ്റെ ബിസിനസ് മോഡൽ ആസ് സച്ച് അതിൻ്റെ കൊമേഴ്ഷ്യൽ സൈഡ് മാത്രം പറയാം കേട്ടോ, അവരുടെ മോഡൽ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ഫീസുകളാണ്. ഈ ടെർമിനലുകൾ സ്ഥാപിക്കുന്നു, അതുപോലെ തന്നെ എല്ലാ മാസവും അവർ പുതുക്കുന്ന സമയത്ത് കിട്ടുന്ന വരുമാനമാണ് സ്റ്റാർലിങ്കിൻ്റെ നിലവിലുള്ള വരുമാന സാധ്യത. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ഓരോ ഇൻഡിവിജ്വൽ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ച് ക്രൈസിസോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അഥവാ സിവിലിയൻ യൂസ് കേസുകൾക്ക് പ്രശ്നമില്ല. അതേസമയം ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഏജൻസികളോ ഒക്കെ എന്തെങ്കിലും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എൻക്രിപ്റ്റഡ് അല്ലാത്ത നെറ്റ്വർക്ക് വഴിയോ മറ്റൊക്കെ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേഷൻസ് ഇന്ത്യയിൽ എത്രമാത്രം വരുന്നു എന്നുള്ളതും മറ്റുമൊക്കെയാണ് ഇനി അടുത്ത ചോദ്യമായിട്ട് വരേണ്ടുന്ന ഒരു ഭാഗം. അതായത് ഇനി സ്റ്റാർലിങ്കിന് ഒരുപാട് ത്രെട്ടുകളുണ്ട്, ഇത്തരത്തിൽ പ്രൈവസി റിലേറ്റഡ്, നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഇത് ചൈനയിലൊക്കെ ബാനഡ് ആണ് കേട്ടോ. ചൈനയിൽ സ്റ്റാർലിങ്ക് ബാനഡ് ആണ്. ചൈനയുടെ സ്വന്തം
സ്വന്തം സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്കും സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രിട്ടിക്കലായിട്ടുള്ള ഒരുപാട് ഇന്ത്യയുടെ ബോർഡേഴ്സ് ഒന്നെന്ന് പറയുന്നത് അത്ര സെക്യൂർഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് അല്ലല്ലോ. അഥവാ എപ്പോഴും ഇഷ്യൂസ് നടക്കുന്ന ഒരു ബോർഡർ ലൈനാണ് ഇന്ത്യക്ക് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കേണ്ടുന്നത് അനിവാര്യമാണ്. അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത് സ്റ്റാർലിങ്ക് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവനമാണോ, ഇനി വൺ വെബിൻ്റെ ആണോ? വൺ വെബ് എഗെയിൻ ഒരു ഫ്രഞ്ച് കമ്പനിയുമായി ചേർന്നിട്ടാണ് എയർടെൽ ചെയ്യുന്നത്. അപ്പോൾ അവർ നമുക്ക് റിലയബിൾ ആണോ എന്നുള്ളൊക്കെ ഒരു ചോദ്യമുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ ISRO ഒരു ഇത്തരത്തിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യേണ്ടതായിരിക്കും. ഇനി അങ്ങനത്തെ കാര്യങ്ങളിൽ സ്റ്റാർലിങ്കുമായിട്ട് ഗവൺമെൻറ്റിന് ഒരു ടെക്നോളജി ട്രാൻസ്ഫറിനുള്ള ഡിസ്കഷനോ മറ്റോ ഒക്കെ നടത്താൻ പറ്റുമോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ആയിട്ടുള്ള ടെക്നോളജികളും മറ്റുമൊക്കെ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ബലി കഴിക്കാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം. അപ്പോൾ ഇതിൽ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റെപ്പുകളെ കുറിച്ച് നമുക്ക് അടുത്തതായിട്ട് പറയാം. ഇതിലൊരു ഭാഗം ഞാൻ കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് അവർ ചോദിച്ച പോലെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എൻട്രി വരണമെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചിട്ടുള്ളത് 20 വർഷത്തെ കോൺട്രാക്റ്റാണ്. അങ്ങനെ 20 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കൂല, പകരം 5 വർഷത്തെ റിന്യൂവബിൾ കോൺട്രാക്റ്റുകളായിരിക്കും കൊടുക്കുക എന്നാണ് ഞാൻ കണ്ടിട്ടുള്ള ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഓപ്ഷനായിട്ട് കണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്കും കൂടെ തുടങ്ങും. അപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഇനീഷ്യൽ മൂവർ അഡ്വാൻറ്റേജ് ഒഴിവാക്കിയിട്ട് 5 കൊല്ലം കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവരുടേത് റിവോക്ക് ചെയ്താൽ ജിയോക്ക് എൻട്രി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ജിയോൻ്റെ സാറ്റലൈറ്റ് പ്രൊജക്റ്റുകൾ ഒരുപാട് മുന്നോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് സ്പേസ് സ്റ്റാർട്ടപ്പുകളൊക്കെ വരുന്നുണ്ട്. ഒരു പക്ഷേ വലിയ ഫണ്ടൊക്കെ ഉള്ള കമ്പനികൾ, സ്റ്റാർലിങ്ക് ഒരു കാലത്ത് വളരെ ചെറിയ കമ്പനി ആയിരുന്നല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളുമായിട്ട് അവർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് ഈ ഗ്രൗണ്ട് സ്റ്റേഷൻസ് ഇന്ത്യയിൽ തന്നെ വേണം എന്നുള്ളത് ശാഠ്യം പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊക്കെ ഇവരുടെ എഗ്രിമെൻറ്റുകൾ പൂർണ്ണമായി കഴിഞ്ഞാൽ, അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് എങ്ങനെയായിരിക്കും ഇനി ഉരുത്തിരിഞ്ഞ് വരിക എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ബട്ട് ദെൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വേണ്ട എന്ന് വെക്കാൻ ശരിക്കും പറഞ്ഞാൽ പറ്റില്ല. ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈന ഈ മേഖലയിൽ ഒരുപാട് മുൻപോട്ട് പോകുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ രീതിയിൽ ബോർഡർ ഡിസ്പ്യൂട്ടുകളുണ്ട്. അപ്പോൾ അവരുടെ മിലിറ്ററിക്ക് പ്രോപ്പർ ഇൻ്റലിജൻസ് മറ്റ് സംവിധാനങ്ങൾ എത്തിക്കുന്നതിനുള്ള റൂട്ടെല്ലാം സെറ്റാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഒരു ലാഗ് ഉണ്ട്. അതായത് അടുത്ത ISRO ഈ മേഖലയിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 5 കൊല്ലത്തൊക്കെ ഒന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇതിൽ ഉണ്ടാക്കി വരണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. ആ സമയത്ത് 5000-ലധികം നിലവിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സാറ്റലൈറ്റുകളും ഇനി 40,000 ആണെന്ന് തോന്നുന്നുണ്ട് അവരുടെ ടോട്ടൽ കോൺസ്റ്റലേഷൻ്റെ സൈസ്. അപ്പോൾ അത്രയുള്ള സൈസുള്ള സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒഴിവാക്കാൻ കഴിയാത്തൊരു സാധനമാണ്. അത് ഈവൻ ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇതിനൊരു പക്ഷേ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതുപോലെ സിവിലിയൻ യൂസ് കേസുകൾക്ക് ഇത് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട്, കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് ഇത് വരികയാണെന്നുണ്ടെങ്കിലായിരിക്കും പ്രധാന പ്രശ്നം. ഇതൊക്കെ വരുന്ന സമയത്തുള്ള ചോദ്യം ആരുടെ കയ്യിലായിരിക്കും കിൽ സ്വിച്ച് എന്നുള്ള കാര്യമാണ്. മസ്കിന് ആവശ്യമുണ്ടെങ്കിൽ, മസ്ക് വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ആളാണ്, ഫ്രീ സ്പീച്ച് അബ്സല്യൂട്ടിസ്റ്റാണ് പുള്ളി. അങ്ങനെയാണ് പുള്ളിനെ പറയുന്നത് എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പുള്ളി അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ചില നിരീക്ഷണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ജാക്ക് ഡോഴ്സി എന്ന് പറഞ്ഞ ആളാണല്ലോ ട്വിറ്റർ കണ്ടുപിടിച്ചത്. ട്വിറ്റർ തുടങ്ങിയ ആൾ അദ്ദേഹമാണല്ലോ. ഈ മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്ക് എന്ന് പറയേണ്ട പോലെ ഈ അവരുടെ കയ്യിൽ നിന്ന് മസ്ക് വാങ്ങിയതിന് ശേഷമാണ് അത്ര ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് പറയുമല്ലോ ഓരോ സമയത്തും ഗവൺമെൻറ്റിന് പറ്റുന്ന അല്ലാത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പോസ്റ്റുകളൊക്കെ ഗവൺമെൻറ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയുമല്ലോ. ഗൂഗിളിനോടാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിനോടാണെന്നുണ്ടെങ്കിലും അതുപോലെ ട്വിറ്ററിനോടും പറയാറുണ്ട്. അപ്പോൾ ശരിക്കും ഈ ജാക്ക് ഡോഴ്സിയുടെ കാലത്ത് ഗവൺമെൻറ് അത്തരത്തിൽ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പല റിക്വസ്റ്റുകളും ട്വിറ്റർ ഡിനേ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര. പക്ഷേ മസ്കിൻ്റെ കാലത്ത് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ അത്തരം റിക്വസ്റ്റുകളൊക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡാറ്റ കാണിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാക്റ്റ് നമ്പറുകൾ കാണിക്കുന്നത് ജാക്ക് ഡോഴ്സിയുടെ കാലത്തിനേക്കാളും എത്രയോ കൂടുതലാണ് ഗവൺമെൻറ് സൈഡിലേക്കുള്ള മസ്കിൻ്റെ കോംപ്ലൈൻസ് എന്ന് പറയേണ്ടത്. അതായത് മസ്ക് ഇന്ത്യ ഒരു മാർക്കറ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്താണോ പറയേണ്ടത് അത് അപ്പടി അംഗീകരിക്കുക. അഥവാ ഫ്രീ സ്പീച്ച് അബ്സല്യൂട്ടിസ്റ്റ് അല്ല, ഗിവൺ വിത്ത് എന്താ പറയുക സ്റ്റാർ മാർക്ക് വെച്ചിട്ട് വിത്ത് കണ്ടീഷൻസ്, സെർട്ടൻ കണ്ടീഷൻസ് എന്ന് പറയുന്നൊരു സിനാരിയോ മസ്കിൻ്റെ കാര്യത്തിലുണ്ട്. അതായത് മസ്ക് പറയുന്നത് ഒന്നും അദ്ദേഹം ചെയ്യുന്നത് ഒന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ ട്വിറ്ററിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേ കാര്യം ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇനി ഫ്രീ സ്പീച്ചിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളോ മറ്റോ ഒക്കെ ഉണ്ടാവില്ലേ, ദേശസുരക്ഷ നിർത്തിയിട്ട് മറ്റു പല കാര്യങ്ങൾക്കോ ബ്ലോക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നിലവിൽ ആൾക്കാർ VPN ഒക്കെ വെച്ചിട്ട് അത് ആക്സസ് ചെയ്യുന്നതിന് പകരം സ്റ്റാർലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാലോ അങ്ങനെ ഒരു അതായത് അൺഫെറ്റഡ് അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് സ്റ്റാർലിങ്ക് ഓഫർ ചെയ്യുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. അപ്പോൾ അതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു മേഖലയാണ്. കിൽ സ്വിച്ച് ആരുടെ കയ്യിലായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ
കില്ല് ചെയ്യണം എന്ന് നിർബന്ധമില്ല, സ്പീഡ് കുറച്ചാൽ പോരെ ശരിക്കും. അല്ലെങ്കിൽ ചില ഏരിയകളിൽ ടെക്നിക്കൽ എറർ കാരണം കിട്ടണില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളെ നാട്ടിലൊരു ഇൻസർജൻസി ഒക്കെ നടക്കുന്ന സമയമാണെന്ന് വെക്കുക. അപ്പോൾ ആ ഭാഗത്ത് ഗവൺമെൻറ് നോർമലി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ. ഇപ്പോൾ മണിപ്പൂരിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവിടെ ഒരു എത്നിക് വയലൻസും മറ്റുമൊക്കെ നടക്കുന്ന ഭാഗത്ത് ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ അല്ല, ആക്ച്വലി ഈ മ്യാൻമാറിൽ നിന്നൊക്കെ കടത്തിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്റ്റാർലിങ്ങിൻ്റെ ടെർമിനലുകൾ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കറൻറ്റ് ഇന്ത്യയിൽ ഇല്ലീഗലായിട്ടുള്ള സ്റ്റാർലിങ് ടെർമിനലുകളൊക്കെ മണിപ്പൂരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ വിമത സഖ്യം ആരാണ് അവിടെ ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കുന്നത്, അവർക്ക് ഇൻ്റർനെറ്റ് ആക്സസും മറ്റുമൊക്കെ നിലവിൽ കിട്ടാൻ സ്റ്റാർലിങ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യയിൽ നിലവിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കപ്പെടുമോ, അതല്ല ഇനി മസ്ക് അപ്രൂവ്ഡ് അല്ലെങ്കിൽ US ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ട് ഇത്തരം ഇൻസർജൻസികളോ മറ്റുമൊക്കെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ദേശ താല്പര്യത്തിൻ്റെ മേലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഇതിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ റിമോട്ടായിട്ട് ഇന്ത്യയിൽ ഇനിയും ഇൻ്റർനെറ്റ് കണക്റ്റഡ് അല്ലാത്ത ഒരു 40% ഓഫ് പോപ്പുലേഷനെ ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ള കാര്യമുണ്ട്. കാരണം എല്ലാം ഡിജിറ്റൽ ആവുന്ന ഒരു ലോകത്ത്, ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സർവീസുകളൊക്കെ നിഷേധിക്കപ്പെടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റി കൺസേൺസിൽ പോലും അതൊരു അണ്ടർ സെർവിങ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ അവർ അണ്ടർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ കാണേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിജിറ്റൽ എംപവർമെൻറ്റ് കൊടുക്കാൻ ഒരു പക്ഷേ സ്റ്റാർലിങ്ങിന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും. അതുപോലെ നമ്മൾ ഇപ്പോൾ നേരത്തെ ഉക്രൈൻ്റെ കാര്യത്തിൽ പറഞ്ഞു, ഉക്രൈനിലുള്ള നോർമൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തകർന്നു കഴിഞ്ഞ സമയത്ത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റാണ് അവർക്കുള്ള കമ്മ്യൂണിക്കേഷനെ നിലനിർത്തുന്നത്. ഉക്രൈനിന് ഫൈറ്റ് ബാക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഓഫർ ചെയ്തത് പോലും ഇലോൺ മസ്ക് കൊടുത്തിട്ടുള്ള സ്റ്റാർലിങ്ക് ആണ്. അപ്പോൾ നിലവിൽ അദ്ദേഹം അതിൻ്റെ കിൽ സ്വിച്ച് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഉക്രൈൻ നിലവിൽ ഇപ്പോഴും യുദ്ധത്തിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഈ സ്റ്റാർലിങ്ക് ടെർമിനലുകളാണ്. ഇനി ഇത് ശരിക്കും ഇതാണ് ഇതിൻ്റെ ഡേഞ്ചർ റൂട്ട്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്തല്ല, ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവരൊക്കെ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഗവൺമെൻറ്റിന് അവരെ മേലെ വളരെ ക്ലിയർ ആയിട്ടുള്ള കൺട്രോൾ ഉണ്ട്. പക്ഷേ ഇത് മുകളിൽ നിന്നുള്ള എഫക്റ്റാണ്. അപ്പോൾ മുകളിൽ നിന്നാകുമ്പോൾ നമുക്ക് ഇവരെ തൊടാൻ പറ്റാത്തൊരു എഫക്റ്റ് ഇല്ലേ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും ഇന്ത്യ ഗവൺമെൻറ് ഇതിനുള്ള അപ്രൂവൽ കൊടുക്കുക എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഇനി ഇങ്ങനെ ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾ കൊണ്ടുവരണം. നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റുകളിൽ അറിയിക്കുക.